84 വയസ്സിലും ഓടി നടന്ന് കൃഷി ചെയ്യുന്ന ഒരു അമ്മച്ചിയെ പരിചയപ്പെട്ടാലോ? നിലമ്പൂർ മുക്കട്ടയിലെ ത്രേസ്യാമ്മ തോമസ് ആണ് മാറി മാറി വരുന്ന കാലാവസ്ഥകളെ വകവെക്കാതെ രാവിലെ മുതൽ വൈകിട്ട് വരെ അങ്ങനെ ചുറുചുറുക്കോടെ കൃഷിയിടത്തിൽ പണി ചെയ്യുന്നത്. അമ്മച്ചിയുടെ പ്രത്യേകത എന്തെന്നാൽ തൻ്റെ കൃഷിയിടത്തിലേക്ക് കുടുംബത്തിൽ നിന്നോ പുറത്തു നിന്നോ ആരെയും ഒരാളെയും പോലും കയറ്റില്ല. എല്ലാം സ്വന്തമായി വിളയിച്ച് മറ്റുള്ളവർക്ക് നൽകുന്നതാണ് ഈ അമ്മച്ചിക്ക് ഇഷ്ടം. അപ്പോൾ ആ വ്യത്യസ്തയായ അമ്മച്ചിയുടെ വിശേഷങ്ങളിലേക്ക്, കൃഷിയുടെ വിശേഷങ്ങളിലേക്ക് ഷഹദർ റഹ്മാൻ കൂട്ടിക്കൊണ്ടുപോകുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, റൈഡിംഗ് റിപ്പോർട്ടർ എത്തി നിൽക്കുന്നത് മലപ്പുറം നിലമ്പൂരുള്ള റെയിൽവേ ഡിപ്പോക്ക് സമീപത്താണ്. ഇവിടെ ത്രേസ്യാമ്മ തോമസ് എന്ന് പറയുന്ന അമ്മച്ചിയുണ്ട്. അപ്പം അമ്മച്ചീൻ്റെ തോട്ടത്തിൽ കുറേ അധികം നല്ല അടിപൊളി വിളകളുണ്ട്. അപ്പം ഈ വിളയുടെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ റൈഡിംഗ് റിപ്പോർട്ടർ ചർച്ച ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അമ്മച്ചി എന്തോ എന്തുണ്ട്? എല്ലാ കൂട്ടമുണ്ട്. എല്ലാ കൂട്ടുമുണ്ട്. ഇതിപ്പോ എന്ത് കൃഷിയാ ചെയ്യണേ? അപ്പ കാട് കളഞ്ഞ മണ്ണിടാൻ. മണ്ണിടാന്. ഓക്കെ ഓക്കെ. ഇതിപ്പം എത്ര ഏക്കർ സ്ഥലമുണ്ട് ഇവിടെ മൊത്തമായിട്ട്? 1.5 ഏക്കറേ ഉള്ളൂ. 1.5 ഏക്കർ. 1.5 ഏക്കറിൽ എന്തൊക്കെ കൃഷിയുണ്ട്? ഞാനും കൂടാ നേരം. 1.5 ഏക്കറിൽ എന്തൊക്കെ കൃഷിയുണ്ട്? എല്ലാ സാധനവും ഉണ്ട്. ആ, എന്തൊക്കെയാണുള്ളത്? കേക്കട്ടെ. കപ്പ, ചേന, കാച്ചില്. അതാ കുമ്പളം കായ്ച്ചു കിടക്കുന്നുണ്ടോ? മുകളില്. അതാ ചെറുകിഴങ്ങ്. അതാ നാരകം കായ്ച്ചു നിൽക്കുന്നു. വാഴക്കൊല, റംബൂട്ടാൻ, എല്ലാ സാധനവും ഉണ്ട്. എന്താ ഇതിനോടുള്ള ഒരു താല്പര്യം? എന്താ താല്പര്യം? വെറുതെ ഇരിക്കുന്നതിലും നല്ലത് ഇതാണ്. വെറുതെ ഇരുന്നാൽ എന്തെല്ലാം ചിന്തകൾ വരും. ഓ എല്ലാവരും ഇല്ല, എല്ലാവരും പോയി എന്നുള്ള ഒരു വിഷമങ്ങളൊക്കെ ഉണ്ട്. അതിൽ എത്ര നല്ല ഇതിനകത്തൂടെ ഇറങ്ങി നടന്നാൽ ഇതും വളരുന്നതും ഇതിനൊരിലയുണ്ടാകുന്നതും പൂവുണ്ടാകുന്നതും ഒക്കെ കണ്ടുകൊണ്ടിരിക്കാൻ എന്ത് രസമാണെന്നറിയാവോ? നമുക്ക് ഈ തോട്ടമൊക്കെ മൊത്തമായിട്ടൊന്ന് നടന്ന് കണ്ടാലോ? ഈ പണി നമുക്ക് കംപ്ലീറ്റ് ആക്കണം, പക്ഷെ അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് വെറുതെ ആയിക്കോട്ടെ. അമ്മച്ചി എന്തൊക്കെയാണ് കാര്യമായിട്ട് ഇതായിട്ട് ഉപയോഗിക്കുന്നത്? വളമായിട്ട് എന്തൊക്കെയാണ് വളമായിട്ട് ചാരം ഇടും. ചാരം ഇട്ട് കുറച്ച് നാൾ കഴിയുമ്പം നല്ലപോലെ മഴയൊക്കെ നല്ലപോലെ പെയ്ത് കഴിയുമ്പം ചവറ് വെക്കും. ചവറ് വെച്ചു പിന്നെ ഇതിന് കാട് പറിച്ചു കൊടുത്താൽ മാത്രം മതി, വേറൊന്നും വേണ്ട. ഒക്കെ ജൈവവളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ജൈവവളം മാത്രം. ചാണകം കിട്ടിയ തരത്തിന് കിട്ടിയാൽ കൊണ്ടുവരും. കോഴിക്കാട്ടോ അല്ലാതെ വേറൊന്നും ഇടുകയില്ല. ഇത് ഏതാ? ഇത് റോബസ്റ്റ് ആണോ? ഓ, ഇതിപ്പം ഇതാവാനായോ? അയ്യേ, ഇത് 15 ദിവസം പോലും ആയിട്ടില്ല. ഇല്ല, ഇത് 2-3 മാസം കഴിയുമ്പം 1000 രൂപ തന്നിട്ട് കൈ തന്നിട്ട് കൊണ്ടുപോകുള്ളൂ. 1000 രൂപ സാമ്പത്തികമായിട്ട് നമുക്ക് നേട്ടമുള്ള പരിപാടിയാണോ ശരിക്കും? അതെല്ലോ, അല്ലെങ്കിൽ ഇത്ര കിടന്ന് കഷ്ടപ്പെടുകയല്ലോ. ഇല്ലല്ല. എങ്ങനെയാ സാധാരണ ഇപ്പം ഇവിടെ റംബൂട്ടാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, അതുപോലെ പഴമുണ്ട്, ചേനയുണ്ട്, ചേമ്പുണ്ട്, കപ്പയുണ്ട്. അപ്പോൾ ഇതെല്ലാം സൂപ്പർ മാർക്കറ്റുകാർ വന്ന വണ്ടിയും കൊണ്ടുവന്ന് ഈ മുറ്റത്ത് വന്ന എല്ലാം കൊണ്ടുപോയിക്കോളൂ. നല്ല വിലയും തരും. കഴിഞ്ഞ കൊല്ലം 1 കിലോ ചേനയ്ക്ക് 60 രൂപ വില വെച്ച് ഇവിടുന്ന് കൊണ്ടുപോയി. കോലത്തുമുറിയിലുണ്ട് സൂപ്പർ മാർക്കറ്റ്, അവർ വന്ന് കൊണ്ടുപോയി. റംബൂട്ടാനോ? റംബൂട്ടാൻ കരാറായിട്ട് കൊടുത്തേക്കാം, ഒന്നിച്ച് കൊടുക്കും. വീട്ടിൽ ആരൊക്കെയുണ്ട്? എനിക്ക് 2 മക്കള്, അവരുടെ ഇണയും. അവർക്ക് 2 പേർക്ക് ഈ 2 മക്കള്. അങ്ങനെ ഒരു ചെറിയ കുടുംബമാണ് ഞങ്ങളുടെ കുടുംബം. എന്താണ് അപ്പം അമ്മച്ചിക്ക് പറയാനുള്ളത്? ഇങ്ങനെ ഇപ്പം വീട്ടിൽ ചടഞ്ഞു കൂടിയിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവൂലേ? അയ്യോ, അവരോട് എന്താണ് ഇപ്പം ഈ കുറഞ്ഞ കാലത്തെ അനുഭവം കൊണ്ട് പറയാനുള്ളത്? പറ്റുന്നെങ്കിൽ ഏറ്റു നടക്കുക.
ചടഞ്ഞു കൂടി കിടക്കരുത്. നിവൃത്തിയില്ലാതെ വരും, മടുക്കുമ്പം വന്ന് കിടക്കാമല്ലോ. ഞാൻ കുറേ നേരം എന്തെങ്കിലുമൊക്കെ പണിയെടുത്തിട്ട് മുഖം കഴുകി കാലും കഴുകി ഒന്ന് കിടക്കും. ഒരു അരമണിക്കൂർ കിടന്നു കഴിയുമ്പോൾ എനിക്ക് കിടക്കത്തില്ല, പിന്നെ ഞാൻ ഏറ്റു പോകും, പിന്നെയും പോയി പണിയെടുക്കും. അങ്ങനെയാണ് എൻ്റെ പരിപാടി. കിടപ്പ് തന്നെയാണ് പറ്റിയല്ല. അപ്പം ഈ കൃഷിയിലൂടെ കിട്ടുന്ന ഒരു സന്തോഷം എന്താ? എനിക്കിതൊക്കെ കാണുന്നതും പറിക്കുന്നതും അപ്പം അത് കൊടുക്കുന്ന ഒരു ഭയങ്കര സന്തോഷമായി. ത്രേസ്യാമ്മ ചേച്ചി ഈ വയസ്സിലും ഭയങ്കര ഊർജ്ജസ്വലയാണ്, ഒപ്പം തന്നെ ഭയങ്കര സന്തോഷവതിയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ പ്രായത്തിലും മണ്ണിലിറങ്ങി പണിയെടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പം ഈ സന്തോഷം കൂടുതൽ ആളുകളിലേക്ക് പടരട്ടെ, കൂടുതൽ ആളുകൾ ഇത്തരത്തിലുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കണ്ട് പ്രചോദനം ഉൾക്കൊണ്ട് മണ്ണിലിറങ്ങി പണിയെടുക്കാൻ പറ്റട്ടെ. അപ്പം മനോഹരമായ ദൃശ്യങ്ങൾ പകർത്തിയ ക്യാമറമാൻ മുഹമ്മദ് അർഷാഖിനും സന്ദീപിനുമൊപ്പം ഷാദ് റഹ്മാൻ, 24 നിലമ്പൂർ. ത്രേസ്യാമ്മച്ചി ഒരു സംഭവം തന്നെ. ആ ആദ്യത്തെ ചോദ്യത്തിൽ എത്ര സ്ഥലം ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ 1.5 ഏക്കർ സ്ഥലമേ ഉള്ളൂ നിസാർ, അത് തികയുന്നില്ല എന്നൊരു ഭാവമാണ് ആ പറച്ചിൽ. ഏതായാലും അത്ര ആവേശമുണ്ട് കൃഷിയോട്. ഷഹദിനും കുറേ കൃഷിപാഠങ്ങളൊക്കെ കിട്ടിയ റോബസ്റ്റയുടെ ഒക്കെ വിളവൊക്കെ എന്തായാലും ഷഹദും പഠിച്ചു. ഒരുപാട് പ്രേക്ഷകർക്ക് അമ്മച്ചി ഇഷ്ടമായി. ത്രേസ്യാമ്മച്ചി ആൾ പഴയ ആളെന്നല്ല, ഹൈടെക് ആണെന്ന് ശ്രീരാജ് പറയുന്നുണ്ട്. ഏതായാലും ഞാനും അമ്മച്ചിയുടെ ആ കൃഷി കണ്ടിട്ട് അതൊരു ആവേശം കൊള്ളിക്കുന്ന ഒരു ജീവിതമാണ്, കൊതിപ്പിക്കുന്ന ഒരു പുരയിടവും ചുറ്റുപാടും.